ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഷാനവാസ്, എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ വീടിനടുത്ത് വീണ്ടും കടുവയെ കണ്ടുവെന്നാണ് തോന്നുന്നത്. ഷാനവാസ്, ഇന്നിപ്പോൾ നിങ്ങൾ ആ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് നിങ്ങളുടെ പ്രാണഭീതിയിൽ പറയുമ്പോൾ അതിനെ അല്ലെങ്കിൽ കൊല്ലുമെന്നോ കൊല്ലില്ലെന്നോ വ്യക്തമായി മറുപടി പറഞ്ഞില്ലെങ്കിലും കുറേയധികം മറ്റു കാര്യങ്ങൾ തീരുമാനമുണ്ടാകുന്നല്ലോ. അവിടെ അവിടെ നിരന്തര സർവൈലൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ പിടിച്ചാൽ ഇതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റും. 16 സംഘം രാത്രിയും പകലും അവിടെ കോമ്പിംഗ് ഓപ്പറേഷൻ പോലെ നടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടായ ഒരു വല്ലാത്ത ഭീതിക്ക് ഒരു താൽക്കാലിക ആശ്വാസം ഈ ADM-ഉമായിട്ട് ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടോ ഷാനവാസ്? പിന്നെ ആശ്മി, അത് ഇവരിത് പറഞ്ഞ് വെച്ചതിന് ശേഷം, അതായത് ഈ ചർച്ച ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ വളരെ ലേറ്റായിട്ട് ഒരു ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ 3-4 മണിക്കൂർ അവിടെയുള്ള ജനങ്ങളെയും പിഞ്ചു മക്കളെയും അടക്കം അവിടെ പ്രതിഷേധത്തിന് വന്ന ആൾക്കാരെ മൊത്തം പിന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ടാണ് അവർ നമ്മളെ പറ്റിച്ചത്. ചീറ്റ് ചെയ്യുക ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ 2 മണിക്ക് വരാം 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ് 4 മണിയായിട്ടും ജില്ലാ ഭരണകൂടം എത്തിയിട്ടില്ല, കളക്ടർ അവയ്ക്ക് എത്തിയിട്ടില്ല. ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ നടന്ന സംഭവത്തിൽ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ MD കൂടി ആയിരുന്ന കളക്ടർ ഒന്ന് വന്ന് നോക്കിയിട്ട് ഒരു ആശ്വാസവാക്ക് പറയുക, അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന തീരുമാനം അത് അറിയിക്കാൻ പോലും പിന്നെ മനസ്സ് കാണിച്ചില്ല എന്നുള്ളത് വളരെ മോശവും ഇതിൻ്റെ അപ്പുറത്ത് ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്തിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന്. വളരെ മോശമായ കാര്യമാണ് അവർ ചെയ്തത്. ഒന്ന് വന്ന് നോക്കി ഒരു ആശ്വസിപ്പിക്കുക ഒന്നും ചെയ്തില്ല. ആ മൃതദേഹം ഇന്ന് അവിടെ അടക്കി വന്ന് തുടങ്ങിയ പ്രതിഷേധം വൈകിട്ട് 5:30 മണി ആയപ്പോഴാണ് പിന്നെ കളക്ടർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ADM-നെ അങ്ങോട്ടേക്ക് വിടുന്നത്. ആ ചർച്ച ചെയ്ത് താൽക്കാലിക അവരെന്താക്കി, പിന്നെ അരുൺ സെക്രട്ടറി എല്ലാം വന്നു, പിന്നെ ആ ഒരു രീതിയിലേക്ക് ചർച്ചയെ ഒതുക്കി. അതായത് പിന്നെ കടുവയെ പിടിക്കുകയാണെങ്കിൽ, പിന്നെ കൂട്ടിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ അതിനെ ബംഗ്ലാവിലോട്ട് മാറ്റുന്നു, കാഴ്ച ബംഗ്ലാവിലോട്ട് മാറ്റുന്നു. അതല്ല പിന്നെ ഡയറക്റ്റ് കാണാമെങ്കിൽ ഷോർട്ട് ആൻഡ് സൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് വിളി വരുന്നത്. ഞങ്ങളവിടെ പ്രതിഷേധത്തിലാണ്. എൻ്റെ വൈഫെല്ലാം ആകെ വിറച്ചുകൊണ്ട് വിളിക്കുകയാണ്, ഇതാ നമ്മുടെ വേക്കിൽ കടുവ. ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞ കാര്യമാണ്. ഉറപ്പായിട്ടും ഞാൻ ഇന്നലെ വെറുതെ ഇരുന്ന് ചർച്ചയിൽ പറഞ്ഞതല്ല, എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്കറിയുന്നതോടെ ഞങ്ങളുടെ നാടിന് ആർക്കും അറിയില്ല. ആ ബേക്കിലൂടെ ആ വഴി ആകെ ഒരു കഷ്ടി പറഞ്ഞാൽ ഒരു 800 മീറ്റർ ഉണ്ടാവുള്ളൂ ഇന്നലെ ആ കൃത്യം നടന്നത് നമ്മളെ വീട്ടിലോട്ട്. അതേ വഴിയിലൂടെയാണ് അത് വന്നതും. നമ്മുടെ അയൽവാസി ജസ്റ്റ് മിസ്സാണ്, അത് ശരിക്കും പതിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവരെ കണ്ണിൽ ആ ഭയം പോയിട്ടില്ല. ഇപ്പം കൂടി ഞാൻ അവരുമായിട്ട് കണ്ട് സംസാരിച്ചതാണ്. എന്നെ വിളിക്കലും ഞങ്ങൾ ഓടി വരുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു. ആകെ ഒരു ശോക അവസ്ഥയായിരുന്നു. എൻ്റെ ഉമ്മാനൊക്കെ മുഖം കാണും. എൻ്റെ ഉമ്മ ഡയറക്റ്റ് കണ്ട വ്യക്തിയാണ്. എൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട്, ഡയറക്റ്റ് കണ്ടതാണ് അത് കയറി പോകുന്നത്. നമ്മുടെ അയൽവാസി നെയ്ബർ, തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി അത് കണ്ടിട്ട് ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവിടെ ബാക്കിൽ. എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ. ഇത്രയും മനുഷ്യരെ ചീറ്റ് ചെയ്തിട്ടും പിന്നെ ഇതിനൊരു നടപടി എടുക്കുന്നില്ല. എന്തെല്ലാം പ്രതിഷേധങ്ങൾ നമ്മൾ ഇന്ന് അത്രയും പറഞ്ഞതാണ്. അവിടെ ഞങ്ങൾ മരിച്ചു വീഴല്ലാണ്ട് ഞങ്ങൾ എന്താവില്ല ഇതിൽ നിന്ന് പിന്മാറില്ല. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കറിയാം ആ സാധനം അവിടെ നിന്ന് അതിനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, കൊന്നിട്ടില്ലെങ്കിൽ നാളെ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളോ ഈ ഒരു അവസ്ഥയിൽ കടക്കേണ്ടി വരുന്നത് 100% ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ അത്രയ്ക്കും പ്രതിഷേധിച്ചിട്ടും അതിന് ബാക്കി അവർ വിചാരിച്ച് ഇന്നത്തോടെ ആ മൃതദേഹം അടക്കുന്നതോടെ ഞങ്ങൾ മിണ്ടാതിരിക്കും എന്നുള്ള ഇതിലേക്ക് അവർ നിന്നത്. പക്ഷെ ഒരിക്കലുമില്ല. ഞങ്ങളുടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് എന്താണോ ഞങ്ങളുടെ ആവശ്യം അത് നിറവേറ്റണം എന്നുള്ള ഉറച്ച പ്രതിജ്ഞയോടെ പട്ടിണി കടന്നുകൊണ്ട് ഫുഡ് പോലും കഴിക്കാതെ വൈകുന്നേരം അവരെ വേണ്ടി കാത്തു നിന്നു. അത്രയും പ്രതിഷേധിച്ചിട്ടും കലക്ടർ വരാമെന്ന് പറയല്ലാണ്ട് 5 മണിയായിട്ട് കലക്ടർ എത്തിയിട്ടില്ല. ഇതാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. ഒരു മനുഷ്യന് പുല്ല് വിലയാണ് ഇവിടെ കൽപ്പിക്കുന്നത്. ഇവർ തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, സർക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. മനുഷ്യന് ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം. അതിന് പിന്നെ അത് ചെയ്തു തരേണ്ട ആൾക്കാർ അധികാരികളാണ്. അവരോടല്ല ഞങ്ങൾ ആരോട് പറയും. DFOനോട് പറയുമ്പോൾ DFO കൈമലർത്തുന്നു. DFO പറയാണ് പിന്നെ നമുക്ക് ഒരിക്കൽ ഒരു ആനക്ക് വെടിവെച്ച കേസിൽ തന്നെ ഞാൻ പ്രതിയാണ്, പിന്നെ മയക്കുവെടി വെച്ചതിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് അതിനെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്തി പറയാണ്. ഞങ്ങൾ ജീവൻ വെച്ചിട്ട് ഇവിടെ പോരാട്ടം ചെയ്യുമ്പോൾ അവർ പറയുന്ന അവസ്ഥ മനസ്സിലാക്കണം. എങ്ങനെ അവർ പറയുന്നത് അവർക്ക് നിയമം പ്രശ്നമാണ്. പക്ഷെ ഇന്നലെ ജനങ്ങളെ മണ്ണിൽ പിന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പച്ചക്കള്ളം പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചതാണ്. ഇന്നലെ അവർ പറഞ്ഞെന്താ ഷൂട്ട് ചെയ്യും, പിന്നെ അതിനുള്ള നടപടി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇന്ന് അതേ DFO പറയാണ് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ കരുതി ഒന്ന് തൽക്കാലം മൃതദേഹം അടക്കുന്നത് വരെ എന്ത് വേണം, അവർക്കൊരു ഗ്യാപ്പ് വേണം. അതുവരെ അവരെങ്ങനെ ഒതുങ്ങി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവർ ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. അവിടെ ഇന്നലെ കടുവനെ കണ്ടു. കടുവ കൂടിന് ചുറ്റും നടന്ന വിഷ്വൽസ് അടക്കം കിട്ടിയെന്ന് അവർ പറയുന്നു. എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല? ഇത്രയും നരഭോജിയായ ഒരു മനുഷ്യന് വികൃതമായിട്ട് പിച്ചി ചീന്തിയ പിന്നെ ഈ സാധനത്തെ വെടിവെക്കാൻ ഉത്തരവ് കിട്ടിയെന്ന് ഞങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് എന്തുകൊണ്ട് അവർ ഷൂട്ട് ചെയ്തില്ല? എന്തുകൊണ്ടില്ല? 10-40 ക്യാമറ സ്ഥാപിച്ചെന്ന് പറയുന്നു. എന്ത് കാര്യമുണ്ട്? ഇന്ന് ഒരു 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ
ഇപ്പൊ ഒരു പക്ഷെ എന്റെ ഇന്നലെ കണ്ട ഞാൻ കയ്യിൽ വെച്ച് എടുത്തു കൊടുന്നു വന്ന ആ മൃതദേഹത്ത് എന്റെ ഉമ്മയുടെ ഞാൻ ഇന്ന് കാണേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ എന്റെ അയൽവാസിയുടെ ഞാൻ ഇന്ന് കാണേണ്ടി വരുമായിരുന്നു. അത്ര എടുത്തുനിന്ന് ഒരു 2 മീറ്റർ ഗ്യാപ്പില്ലാണ്ടാണ് ആ സാധനം പതുങ്ങിയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിളിച്ച് അവർ ഓടി വീട്ടിൽ കയറിയും കൊണ്ട് മാത്രം, അല്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആരോട് പറയണം സാർ, ആരോട് പറയണം? എല്ലാവരും വന്ന് ഈ ചർച്ച ചെയ്യല്ലാണ്ട് എന്ത് കാര്യമാണുള്ളത്? പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ട്? നമ്മൾ ഇന്നലെ അത്രയും ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ സംഭവിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞു ഇത് നാളെ എൻ്റെ വീട്ടിലായിരിക്കാം സംഭവിക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രതിഷേധിക്കുന്നത് പറഞ്ഞ് തള്ളിയ എന്ന് ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ വിഷമങ്ങൾ മനസ്സിലാക്കണം, എത്രത്തോളം സങ്കടം ഉണ്ടാവും എന്നുള്ളത്. ഇന്നലെ ആ ചേച്ചി ആ ബോഡി കണ്ടിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് അവസാനമായിട്ട് ആ കൈ പിടിച്ച് ഞാൻ ആ പായിലോട്ട് വെക്കുമ്പോഴുള്ള തണുപ്പ് വരെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഉമ്മയാണ് ഓർമ്മ വന്നത്. സത്യം പറയാണ്, അതേ ഒരു അവസ്ഥയിൽ ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാനെ എടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള വളരെ വിഷമത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആവുമായിരുന്നു ഒരു പക്ഷേ, എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി പോയതാണ്. അത്രയും എന്ത് ചെയ്യാനാണ് ഈ സർക്കാർ? ചുമ്മാ പറ്റിക്കല്ലാണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കിയല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? ഇവിടെ എത്രങ്ങാനും വീട്ടിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഇവരിത് പറയല്ലാണ്ട് ഇപ്പോൾ അവർ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അതിനെ കൊല്ലാൻ പറ്റില്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പോലും. ഇന്നലെ പറഞ്ഞത് എന്താ? അപ്പൊ ആളുകൾ കൂടി നിൽക്കുന്ന ആളുകളെ എന്താക്കണം? പ്രതിഷേധിക്കുന്നവരെ, ഒച്ചപ്പെടുത്തുന്നവരെ ശബ്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുകയാണ്. എങ്ങനെ? നമ്മളെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിഞ്ഞാൽ മൃതദേഹം അടക്കി വന്നപ്പോൾ ഇവരെ കോലം മാറി. ഇന്നലെ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത ആശ്മി പോലും എന്നോട് ചോദിച്ചായിരുന്നു, പിന്നെ ഷാനവാസെ അത് കൊല്ലുന്നല്ലോ പറഞ്ഞത്, ഇതല്ലല്ലോ എന്ന്. അപ്പൊ അവരോട് നമ്മൾ ഇന്ന് രാവിലെ അത് ചോദിച്ചു, മൃതദേഹം അടക്കുന്ന മുൻപ്. അപ്പൊ അവർ പറഞ്ഞു എല്ലാം ഷൂട്ട് ചെയ്യും, നമുക്ക് അങ്ങനെ തന്നെയാണ് അനുമതി കിട്ടിയെന്ന് പറഞ്ഞു. DFOന്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു, ഇരുന്ന് വിയർക്കായിരുന്നു അവർക്ക് പറയാൻ മറുപടി ഇല്ല. ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ ഫുള്ള് ചാനലില്, വിയർക്കായിരുന്നു അവര്, വിറച്ച്. ഇതൊക്കെ ആരോടാണ് നമ്മൾ പറയേണ്ടത് സാറേ? നമ്മൾ കണ്ടതാണ്. അവിടെ BN അസ്കർ ഇവിടെ നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്ന് കരച്ചിലിന്റെ വക്കോളം വേദന പറയുകയാണ്. അത് ഷാനവാസിന്റെ മാത്രം പ്രശ്നമല്ല, അത് ഏരിയയുടെ മൊത്തം വേദനയാണ്, ഏരിയയുടെ മൊത്തം സങ്കടമാണ്. ഇന്ന് കുറേ അധികം മനുഷ്യർ നിരോധനാജ്ഞ ലംഘിച്ച് അവിടെ വന്നു. അവർ ചോദിക്കുന്നത് എന്താണ്? വനം മന്ത്രി ഒന്ന് ഫോണിൽ വിളിച്ച് എന്താ കാര്യം അന്വേഷിക്കാത്തേ? വനം മന്ത്രി അവിടെ വന്നാൽ ഈ കടുവ ഉടനെ കൂട്ടിക്കയറും എന്നർത്ഥം അതിലില്ല. നേരത്തെ വാഗേരിയിൽ ഒരു പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കടുവ കൊന്നു. ഇടത്തെ തൊടയിലെ മാംസം മൊത്തം തിന്നു, തലച്ചോറടക്കം തിന്നു, ബാക്കി കൊടുത്തൊരു അസ്ഥി കൂടെ ഇട്ട് കടുവ പോയി. ഈ മന്ത്രി അങ്ങോട്ട് പോയത് എത്ര നാളിന് ശേഷമാണെന്ന് അറിയാവോ? മന്ത്രിക്ക് അത്ര പണി എന്താണ്? ഇവരെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കാതിരിക്കാൻ മാത്രം.